അമ്മേ ആ വരൂ 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 വരൂ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴയ ഒരു 200 വർഷം പഴക്കമുള്ള ഒരു നെല്ല്. അതെ, കൊല്ലങ്കോടാണ്. നമ്മളിപ്പോൾ കൊല്ലങ്കോടാണ് ഓരോ ദിവസങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 200 വർഷം പഴക്കമുള്ള നെല്ല് ശേഖരിക്കണ ഒരു പത്തായപ്പുരയും അങ്ങനെയൊക്കെ ചേർന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. എല്ലാവരും വന്ന് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മൾ ധൈര്യപൂർവ്വം വന്നത്. അപ്പോൾ ഞാനും മുത്തശ്ശി ഒരുമിച്ച് നടക്കട്ടെ. ഓക്കെ. ഇവിടെ കുഞ്ഞു കുഞ്ഞു മാവുകളൊക്കെ ഉണ്ട്, വലിയ വലിയ മാവുകളുണ്ട്, പൂത്തിട്ടുണ്ട്, മാങ്ങ പിടിച്ചിട്ടുണ്ട്. മാവൊക്കെ പറന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. മാവ് മുത്തശ്ശി അതാണ് ഒരു അതെ മുത്തശ്ശി മാവ് മാങ്ങ ചക്ക പിന്നെന്താ അതൊക്കെ തന്നെ മാങ്ങ ഉണ്ടാക്കുന്നോണ്ടേ മാങ്ങ കാണുമ്പോൾ ഒരു സന്തോഷം. ആ മാവ് പൂത്തിട്ടുണ്ട്. ആ മാവ് കണ്ടോ, അതിന്റെ താഴേക്ക് പോയിരിക്കാൻ നല്ല രസമായിരിക്കും. നല്ല തണുപ്പും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു കാറ്റ്, ഇളം കാറ്റിൽ തേങ്ങ ആക്കുല ആടുന്നു. ആ മാവ് പൂത്തോ? ആ അതെ അതെ, നിറച്ച് പൂത്തിട്ടുണ്ട്. അതെ. കുഞ്ഞു കുഞ്ഞു മാവും തൈ, കുഞ്ഞു കുഞ്ഞു മാവും. ആ അതെ, കുറെ പേര് പരിചയപ്പെട്ടിരുന്നു ഇന്ന് രാവിലെ. ഞങ്ങൾ അറിഞ്ഞില്ല. അതെ 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 അതെ. പിന്നെ അതാ മല കണ്ടോ ഞങ്ങളുടെ ബാക്കില്? നല്ല രസമുണ്ട്. വെള്ളം ഇങ്ങനെ, ആ ചെറിയ വെള്ളം ഇങ്ങനെ വരുന്നു. അതെ, അപ്പൊ വരൂ പോവാ. അത് മലയാണോ മേഘാണോ? മേഘാന്നാ തോന്നുന്നു. ഏയ് അതറിയില്ല കേട്ടോ. ട്രാക്ടർ വരും. ആ എന്തോ വണ്ടി സൗണ്ട്. അങ്ങനെ ഞങ്ങള് പാടശേഖരം നെല്ല് ശേഖരിച്ചത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അവിടെ എന്തൊക്കെയോ ഇപ്പോൾ എന്തോ ഇതുണ്ട്, മരിപ്പ് എന്തോ നടന്നതുകൊണ്ട് എന്തോ ഉണ്ട് അവിടെ. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം. അതെ, നെല്ല് പോയിട്ട് മാവായി പോയി. തോട്ടം കണ്ടു അങ്ങനെ കുറച്ച്. മുത്തശ്ശി ഇവർക്ക് എന്തോ പരിപാടി ഉണ്ടോന്നുണ്ട് അവിടെ. മയിലിനെ കണ്ടു. വല്യച്ഛൻ നമസ്കാരമുണ്ട്. നമസ്കാരാക്കി. എന്തായാലും നെല്ല് കണ്ടില്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ കിട്ടി പോവാ. അതെ. പുളിവരാണോ ഇത്? അതെ. ആ അതെ, പക്ഷെ പുളി വലിയ പുളിവരം, പച്ചപ്പുളി ഉണ്ട്. ആ പാലക്കാട് ജില്ല തന്നെ പുളിന്റെ ഒരു ശേഖരം ഇവിടെ. ആ ഇതാണ് നെല്ല് ശേഖരിക്കണ. ഓ അതല്ലേ, അതാണ്. ഞാനിപ്പോ പാലക്കാടാണ്. തിരക്കിലാണേ, അങ്ങോട്ട് വിളിക്കാം. അതെ, വല്യച്ഛൻ തിരക്കിലാണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഇതാണ്, ഇതല്ല ഇതതിന്റെ ബാക്ക് വശം. അല്ല ഇത് അങ്ങനെ പറയൂലേ? അല്ലേ, ആ പാലക്കാട് നെല്ലറ അങ്ങനെ പറയില്ലേ? ഇത് തണ്ണിമത്തനാ കാണാൻ പോകുന്നു. ആ അന്ന് കൂർഗിൽ നിന്ന് ഞാൻ അങ്ങനെ കണ്ട്. ആയിട്ടില്ല അത് തണുപ്പിനെല്ലാം ഉണ്ടാവൂ. തണ്ണിമത്തൻ അല്ലേ? മലനിരകൾ. അതെന്ത് മര? എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. ഉണ്ടാക്കണതോ? പാല പോലെ തോന്നുന്നു കാണുമ്പോ. ആ അമ്മ, ആ മരം കണ്ടോ? പാലയല്ലേ, ഏലക്കാട്ടുമര. ആ അമ്മ, ആ മരം കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ആ ഒരു പ്രത്യേക ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് ചീകി വെച്ച പോലെ. ഏയ് അതിന് 3 കൈവരികളുണ്ട്. അതാണ് ഇടയ്ക്ക് കേറാൻ പറ്റുമോന്ന് അറിയില്ല.
ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു മാവൊക്കെ ഉണ്ട് ആ സൈഡില്. ഇതല്ല, ഈ മരത്തിന്റെ തൂണൊക്കെ ആയിരുന്നു. ആ അതെ അതെ. ഏതാണെന്നിപ്പോ, ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ തന്നെയാണ്. പോയി എവിടെ? വാവ്, ആ ശരിയാണ്. എങ്ങനെ കാട്ടത്ത് പറക്കും? അച്ഛൻ കണ്ടോ? ഇതെങ്ങനെ പാട്ടത്ത് പറക്കും? ഇഷ്ടംപോലെ വീട്ടിട്ടുണ്ടാവും. എത്രയല്ലേ? സാധാ നെല്ല് നല്ല നമ്മള് അച്ചാറാക്കുന്ന. മഞ്ജു ചേച്ചി ഇപ്പൊ കഷായം വെച്ചതെന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ടൈപ്പ്. താഴെയുള്ള അരവോ പറിച്ചോണ്ടു അവിടെ താഴേതാ. ഇതിപ്പോ കാട്ടിലായതോട്ടാണ്. ഇത് ഫുള്ള് അങ്ങോട്ട് കാണിച്ചു നോക്കമ്മേ. കൊറേ ഉണ്ട്. ഇതാ അതെ അതെ. അച്ഛൻ കുഴിയാണ് കേട്ടാ. ഈ കുഴിയിലൊക്കെ വീഴുന്നതല്ലോ. അങ്ങനെ നമ്മളൊരു ചെറിയൊരു കൊമ്പ് നെല്ലി പറിച്ചിട്ടുണ്ട്. നെല്ലിയല്ല, നെല്ലിക്ക. ഓ, നാടൻ നെല്ലിക്ക. അച്ഛൻ എന്താ ഇട്ടു, അവിടെ താഴെയും വീണു. കൊറേ താഴത്ത് വീണു. ഇതാ കൊറേ താഴെ വീണു അച്ഛാ. വേണ്ട, ചാടില്ല. ഗുരുവായൂരെ കാശിക്ക് ഓർമ്മ ഉണ്ടോ? നെല്ലിക്കറി ഉണ്ടാക്കൂലോ. ഇപ്പൊ കന്നിമാസല്ലേ ആയുള്ളൂ. വൃശ്ചികത്തിലല്ലേ ഗുരുവായൂർ ഏകാദശി? വൃശ്ചികത്തിലാണ് ഗുരുവായൂർ ഏകാദശി. പ്ലാവ 1 മാസം കൂടെ കഴിയണം. അങ്ങനെ അത് അവര് നടന്നു വരികയാണ്. പയ്യന്നൂർ ടീം നടന്നു വരികയാണ്. അതെ അതെ. അതാ നെല്ലിക്ക ഉണ്ട് വായിൽ. ചവർപ്പും കയ്പും മധുരവും. വെള്ളം കുടിക്കണം. അതെ, നല്ല പച്ച വെള്ളം, തെളിനീര്. കിണറ്റില് വെള്ളം കുടിക്കണം, നല്ല മധുരം ഉണ്ടാവും. അപ്പൊ നമുക്ക് വീണ്ടും വെള്ളം ഇങ്ങനെ കൊറേ കുടിക്കാൻ തോന്നും. അവിടെ ഒരു ചെറിയൊരു മരണം നടന്നുകൊണ്ട് നമുക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല എന്നല്ല, അവിടെ നമുക്ക് അങ്ങനെ പോയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തിരിച്ചു വരികയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നപ്പോൾ വേറൊരു ഫീല് അല്ലേ? നല്ല കാടിൻ്റെ ഉള്ളിലൂടെ നെല്ലിമരം കണ്ടു, നെല്ലിക്ക കണ്ടു. അതെ, നെല്ലിക്ക വാങ്ങിച്ചു, കമ്പടിച്ചു വരച്ചു. ആ അതെ അതെ. അപ്പം അങ്ങനെ നമ്മൾ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലെത്തി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഏതായാലും കൊല്ലംകോട് വരുമ്പോൾ ഒന്ന് വരണം എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ അച്ഛൻ അവിടെ ഇരിപ്പായി. നമുക്ക് പരിപ്പോട ഉണ്ടെങ്കിൽ പരിപ്പോടി, ചായ വേണ്ട. അവര് ചായ കുടിച്ചു. കാപ്പി വേണ്ട, എനിക്ക് പരിപ്പോട മാത്രം മതി. പരിപ്പോടിയും വേണ്ടേ? അപ്പൊ നമുക്ക് അവിടേക്ക് ഒന്ന് പോവാം. ഉണ്ടോന്ന് അറിഞ്ഞൂടാ, ഏതായാലും വരൂ. കടിക്കത് അത് വേണ്ടത് നീ. മതി മതി പരമേശേട്ടാ, അതിന് വേണ്ടത് തിന്നുന്നില്ല. അപ്പൊ നമുക്കിന്ന് ഓരോ വട കഴിക്കാം. ചേച്ചി വട എടുത്തോളൂ. വേണ്ടേ? ആ, നമ്മൾ രണ്ടാളുള്ളൂ. ഞാനെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അയ്യോ, വട കഴിച്ച് കാപ്പി പറഞ്ഞിട്ടില്ലേ? മാത്രം കൊടുത്തിട്ട് നീക്കാവുന്നു. ഞാൻ വട കഴിക്കും. വേണ്ട, താഴെ ഉണ്ട് ഇട്ടിട്ട്. കഴിച്ചു അല്ലേ?
ഇതാ ഈ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ ഇപ്പോഴും പണ്ടത്തെ മണ്ണെണ്ണ സ്റ്റൗ ഇല്ലേ, നമ്മളിങ്ങനെ കാറ്റിങ്ങനെ കുത്തിയിട്ടുള്ള ടൈപ്പ് ആ ഒരു മണ്ണെണ്ണ സ്റ്റൗ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇവർ ഉപയോഗിക്കുന്നത്. ആ ഒരു മണ്ണെണ്ണ വിളക്കും ഒക്കെ കണ്ടു. അപ്പൊ നമ്മള് ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് ചായയും പരിപ്പ് വടയും കാപ്പിയും കഴിച്ചു കേട്ടോ. അപ്പൊ നമ്മള് വട വാങ്ങിയ സമയത്ത് ഇതാ 3 നായകള് അമ്മൂനെന്ന് അല്ല നിങ്ങളല്ലേ കാണിച്ചതാ 3 എന്ന് പറഞ്ഞ. അയ്യോ നിങ്ങള് പറയില്ല. ഇതാ 3 നായകളുണ്ടോ? അവരതിന്ന് തട്ടി പറിച്ച് കഴിച്ചു. ആദ്യം ഒന്ന് കൊടുത്തു. അപ്പൊ അവിടെ ഉറങ്ങായിരുന്നു 2 നായ. അവര് വന്നിട്ട് ആദ്യം നമ്മളേന്ന് വാങ്ങി കഴിച്ചു. പാവം അവർക്കും വേണ്ടേ കഴിക്കണ്ടേ. വട നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല സ്വാദുണ്ട്. അതെ അതെ അതെ. പിന്നെ ഇഡ്ഡലി ഉണ്ട്. അപ്പൊ വേണോ ചോദിച്ചു. അല്ല ഇത് മതി പറഞ്ഞു. ഉച്ച ആയതുകൊണ്ട് ഉഡിലൊന്നും കഴിച്ചില്ല. അതിന് കുറച്ച് കഴിഞ്ഞാൽ ഊണ് കഴിക്കാനായില്ലോ. അതുകൊണ്ട് ഇവിടെയൊക്കെ കുറെ ആൾക്കാരിങ്ങനെ വന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. എടുക്കുന്ന കണ്ടു ഒരു പഴയ ഓല എന്താ ഇത് പന ഓലയുണ്ട് മറ്റേ ആ പനയുടെ പനമ്പട്ട അതിനെ കൊണ്ടുവരും. പഴം അവിടെ എത്തിയപ്പോ കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് കൊറേ ഉണ്ട്, കൊല്ലം പഴക്കമുണ്ട്. എന്തായാലും നല്ല സന്തോഷമായി. നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ, യൂട്യൂബിലൊക്കെ ഷോർട്സ് ഒക്കെ ഇട്ട് കാണാറുണ്ട് ഓരോരുത്തർ. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ നേരിട്ട് വന്ന് കണ്ടു. ഇവിടുന്ന് ചായ കുടിച്ചു, പരിപ്പ് വട കഴിച്ചു, സന്തോഷമായി. ഇനി പോവുകയായി. പാടത്ത് കാണുന്ന ഈ ഒരു കൃഷി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? പാടം തോട്ടം, ഇഞ്ചി കൃഷി, പാടം തോട്ടം. അപ്പൊ നമ്മളിങ്ങനെ പോണ വഴി ഒരു ഇഞ്ചി കൃഷിയുടെ തോട്ടം കണ്ടു. തെങ്ങും തോട്ടത്തില് അല്ലേ കൃഷി. അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുന്ന വഴിയാണ് ഇവിടെ നെല്ല് പാറ്റണതും നെല്ല് ഇങ്ങനെ കൂട്ടിയിട്ടുള്ള ചേറിനൊക്കെ കണ്ടത് കേട്ടോ. അതെ അല്ലേ പരമേശ്വരേട്ടാ പറഞ്ഞോളൂ. അതായത് നമ്മളെ മോളെ ഭർത്താവ് ഒരുപാട് കൃഷിയുണ്ട്. ഇതേപോലെ നെല്ലിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നെല്ല് തൂറ്റല് ഇതിന്റെ പേര്. പക്ഷെ ഇപ്പോഴും മിഷൻ വന്നു. ഇപ്പൊ നെല്ല് തൂറ്റാൻ വേണ്ടി മിഷനായി. കതിരിക്ക് വിട്ട അടിച്ച് നെല്ലങ്ങനെ പോകും. ഇവിടുന്നല്ലേ നമ്മൾ അങ്ങോട്ടൊക്കെ അരിയൊക്കെ വരുന്നത്. നെല്ല് തൂറ്റല് ഇതാണ് നമ്മുടെ നാട്ടിൽ ഇതിന്റെ പേര്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെ അറിയോ? ആദ്യമൊക്കെ ഇങ്ങനെ ഓലല്ലേ, ഓലയോണ്ട് ഉണ്ടാക്കും. അതെ അതെ, എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഓലയോണ്ട് വീശും. തടുപ്പ് എടുത്തിട്ട് ഇങ്ങനെ കാറ്റ് വരുമ്പോഴേ നല്ല അല്ലാത്ത പോവും, നല്ലത് കിട്ടും. നെല്ലിങ്ങനെ ഇട്ട് കൊടുക്കും. കണ്ടോ, അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയ രസാ. നെല്ല് തൂറ്റല്